നൽകിയിരിക്കുന്ന ഓഡിയോയിൽ പോളിംഗ് ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്യുന്നതിനെക്കുറിച്ചും ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഉള്ളത്. ഇതിന്റെ മലയാളം പരിഭാഷ താഴെ നൽകുന്നു. പോളിംഗ് ഡാഷ്ബോർഡ് ലോഗിനും ഉപയോഗവും. ലോഗിൻ ചെയ്യുന്ന വിധം. പോളിംഗ് സ്ട്രീമിംഗ് ഡാഷ്ബോർഡ് URL ഓപ്പൺ ചെയ്യുമ്പോൾ യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച എന്നിവ ചോദിക്കും. നിങ്ങളുടെ ID അല്ലെങ്കിൽ യൂസർ നെയിം അവിടെ നൽകിയ ശേഷം താഴെ പാസ്വേഡ് നൽകുക. ക്യാപ്ച നൽകുമ്പോൾ 7, 1 തുടങ്ങിയ നമ്പറുകൾ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക, കാരണം അവ കാണാൻ ഒരേപോലെ തോന്നാം. ക്യാപ്ച കൂടി നൽകി ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നതോടെ പോർട്ടൽ ഓപ്പണാകും. ഡാഷ്ബോർഡിലെ വിവരങ്ങൾ. പോർട്ടൽ തുറന്നാൽ ഇൻസ്റ്റോൾ ചെയ്ത ക്യാമറകളുടെ എണ്ണം കാണാൻ സാധിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള എണ്ണവും ആകെ എണ്ണവും ഇതിലുണ്ടാകും. നിങ്ങൾക്കാവശ്യമുള്ളത് പരിശോധിക്കാവുന്നതാണ്. ക്യാമറ ഫിൽട്ടറുകൾ. പോർട്ടലിന്റെ മുകളിലായി ക്യാമറ ലൊക്കേഷൻ കാണാം. അതിൽ IN എന്നു നൽകിയാൽ IN ക്യാമറകളുടെ എണ്ണം മാത്രവും ഔട്ട് എന്നു നൽകിയാൽ ഔട്ട് ക്യാമറകളുടെ എണ്ണം മാത്രവും കാണിക്കും. PS കാറ്റഗറിയിൽ PS കാറ്റഗറി, വൾണറബിൾ, നോർമൽ, ക്രിട്ടിക്കൽ തുടങ്ങിയ ബൂത്തുകൾ തിരഞ്ഞെടുത്താൽ അതിനനുസരിച്ചുള്ള ക്യാമറകളുടെ എണ്ണം കാണാൻ സാധിക്കും. എത്ര ക്യാമറകൾ ഓൺലൈനിലാണ്, എത്ര എണ്ണം ഓഫ്ലൈനിലാണ് എന്നും ഇതിലൂടെ പരിശോധിക്കാം. മൾട്ടി സ്ക്രീൻ ഉപയോഗം. മൾട്ടി സ്ക്രീൻ ഓപ്ഷൻ നൽകിയാൽ ഒന്നിലധികം വീഡിയോകൾ ഒരേ സമയം കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ജില്ലയും അസംബ്ലിയും തിരഞ്ഞെടുക്കാൻ. ഇവിടെയും ഇൻ, ഔട്ട്, ക്യാമറ ലൊക്കേഷൻ എന്നിവ വെച്ച് ഫിൽട്ടർ ചെയ്യാനും അതിനനുസരിച്ചുള്ള വീഡിയോകൾ പ്ലേ ചെയ്യാനും സാധിക്കും. ഫുൾ സ്ക്രീനും ഓട്ടോ റൊട്ടേറ്റും. മുകളിലായി ഫുൾ സ്ക്രീൻ, ഓട്ടോ റൊട്ടേറ്റ് എന്നീ ഓപ്ഷനുകൾ ലഭ്യമാണ്. ഫുൾ സ്ക്രീൻ നൽകിയാൽ പൂർണ്ണ സ്ക്രീനിൽ വീഡിയോകൾ കാണാം. ഗ്രിഡ് വലുപ്പം കൂട്ടിയാൽ കൂടുതൽ വീഡിയോകൾ പ്ലേ ആകും. ഓട്ടോ റൊട്ടേറ്റ് നൽകിയാൽ പേജുകൾ തനിയെ അടുത്തതിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഫുൾ സ്ക്രീനിൽ വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിലും എസ്കേപ്പ് അമർത്തിയാൽ നിങ്ങൾക്കതിൽ നിന്ന് എക്സിറ്റായി പുറത്തുവരാൻ സാധിക്കും. അടുത്തതായി ലിസ്റ്റ് വ്യൂ ആണുള്ളത്. ഇതിൽ നമുക്കൊരു PS നമ്പർ കൃത്യമായി നൽകിക്കൊണ്ട് ആ നമ്പറിലുള്ള ക്യാമറകളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കാൻ സാധിക്കും. ജില്ലാ അടിസ്ഥാനത്തിലും അസംബ്ലി അടിസ്ഥാനത്തിലുമുള്ള എല്ലാ വിവരങ്ങളും ഡ്രോപ്പ് ഡൗണിൽ ലിസ്റ്റായി ലഭ്യമാകും. അതിനനുസരിച്ച് ഈ ലിസ്റ്റ് വ്യൂ ഉപയോഗിച്ച്